അമ്മയെ വിട്ടയക്കാൻ മാഡം ഒന്ന് മോനോട് പറയണം. അല്ലെങ്കിൽ പിന്നെ വരുന്നതൊക്കെ നിങ്ങൾ അനുഭവിച്ചോണം. ഋഷി, നീ ചെയ്തത് വലിയൊരു തെറ്റാ. പ്രഭാവതിയെ വിട്ടയക്കണം. ഞാൻ പോവാമേ. പറഞ്ഞതനുസരിക്കടാ. അമ്മ പറഞ്ഞൊന്നും ഞാൻ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? മാഡം, ഋഷി പോകുന്നു. എന്തെങ്കിലും ഒന്ന് ചെയ്യ. മാഡം, നീ പേടിക്കണ്ട. അവന്റെ കസ്റ്റഡിയിലാണ് പ്രഭാവതി എങ്കില് ഒരു പോറല് പോലും ഏൽക്കാതെ പ്രഭാവതി തിരിച്ചു വന്നിരിക്കും. ദേവിക, സത്യം പറഞ്ഞ ഈ സംഭവങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ആകെ ഒരു ഷോക്കില ഞാൻ നിൽക്കുന്നേ. മാഡം, ഋഷി പറഞ്ഞത് വിശ്വസിച്ച് ഞാനിപ്പോ പോവാം. അമ്മയെ വിട്ടയച്ചില്ലെങ്കിൽ പിന്നെ നടക്കുന്നതിനൊക്കെ മാഡവും ഋഷിയും മാത്രമായിരിക്കും ഉത്തരവാദികള്. നമുക്ക് ഋഷി വരുന്നവരൊന്നും കാത്തിരിക്കണ്ട, ഇപ്പൊ തന്നെ തീർത്തേക്കാം. എടാ, ഋഷിയോടൊന്ന് വിളിച്ചു ചോദിക്കണ്ടേ? രാത്രി തീർക്കാൻ പറഞ്ഞല്ലേ, ഇപ്പോഴേ അങ്ങ് തീർത്തേക്കാം. ബാക്കിയൊക്കെ ഋഷിയുടെ അമ്മ അരുന്ധതി ആന്റി നോക്കിക്കോളും. ഋഷി വരുന്നതിന് മുമ്പ് കാര്യം അവസാനിപ്പിക്കാൻ പോവാ. നീ എന്തായി കാണിക്കുന്നേ? ഇവരെ കൊല്ലാനുള്ള അവകാശം എന്റെ തട്ടിയെടുക്കുവാണോ? അഹങ്കാരത്തിന്റെയൊക്കെ അവസാനമാവാൻ പോവാ. എന്റെ ലീനയോട് കാണിച്ചതിന് എന്റെ ജീവിതം താർത്തേനൊക്കെ കൂടിയുള്ള പ്രതിഫലം ദാ ഇപ്പൊ തരാൻ പോവാ. ഈ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടുന്നത് ഒന്ന് കണ്ണടച്ച് ഓർമ്മിക്ക്. ലീന നിങ്ങളെ കാത്തു നിൽക്കുക. പരലോകത്തും നിങ്ങൾക്ക് ഗതി കിട്ടില്ല. നിങ്ങളുടെ കൗണ്ട് ഡൗൺ തുടങ്ങുക. 5 4 ഋഷി പ്ലീസ് 3 പ്ലീസ് 2 1 0. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ പറഞ്ഞു നിങ്ങളുടെ ജീവൻ എടുക്കരുതെന്ന്. അതുകൊണ്ട് മാത്രം നിങ്ങളെ വിട്ടയക്കാം. എടാ ഋഷി, ഇവര് പോയാലും നമ്മൾ ഇവരെ വാങ്ങിച്ചുകൊണ്ടിരിക്കും. ദേവിക്കെതിരെ മത്സരിക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും വെച്ച് തീർക്കും. എടാ, നീ പറഞ്ഞേക്കാൻ തന്നെ തീരുമാനിച്ചോ? അത്രയും വേണ്ടപ്പെട്ട ഒരാൾ ഇടപെട്ടു. ആ ആള് പറഞ്ഞ എനിക്ക് തള്ളിക്കളയാൻ പറ്റില്ല. തൽക്കാലം പോട്ടെ. പക്ഷേ നമ്മുടെ നിരീക്ഷണ പരിധിയിൽ നിന്നും മാറിപ്പോവില്ല. കാണാതായതിനു പിന്നിൽ ആരാണെന്ന് അറിയിക്കാതിരിക്കുന്നതാണ് ആയുസിന് നല്ലത്. ഒരു കള്ളക്കഥ പറഞ്ഞാൽ മതി. പോയിക്കോ.
അമ്മ 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 എവിടെയായിരുന്നു? എന്താ സംഭവിച്ചത്? അമ്മ ഇപ്പൊ എങ്ങനെയാ വന്നേ? ആരാ കൊണ്ടുവന്നേ? അമ്മേ അമ്മേ എന്താ പറ്റിയേ? അമ്മേ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. അമ്മേ അമ്മേ അമ്മ എവിടായിരുന്നു? അമ്മയെ കാണാതെ നാട്ടിലുണ്ടായ പ്രശ്നങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ലേ? അമ്മ എന്തൊന്നും മിണ്ടാത്തെ? എന്തെങ്കിലും ഒന്ന് പറയാമേ. VDF-കാരാണോ അമ്മയെ മാറ്റി നിർത്തിയേ? മാഡം മാഡം എപ്പോഴാ വന്നേ? ഇപ്പൊ വന്നതേ ഉള്ളൂ. എന്താ നടന്നെന്ന് ചോദിച്ചിട്ട് അമ്മ ഒന്നും പറയുന്നില്ല. എന്താ മാഡം കാര്യം? മാഡം തിരിച്ചെത്തി എന്നുള്ള വാർത്ത മീഡിയ ഉടനെ അറിയിക്കണ്ടേ? പക്ഷെ അതിനൊക്കെ മുമ്പ് നടന്നെന്താണെന്ന് നമ്മളൊന്നും അറിയണ്ടേ ഗിരീഷേട്ടാ? അമ്മ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? രജനി, ആദ്യം മാഡത്തിന് കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും കൊടുക്ക്. അതെ, അമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. വേണ്ട. എനിക്ക് ആദ്യം വേണ്ടത് നോമിനേഷൻ കൊടുക്കല. ഗിരീഷ് പാർട്ടി ഓഫീസിൽ വിളിച്ച് ഇന്ന് തന്നെ നോമിനേഷൻ കൊടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. അത് ചെയ്യാം. പക്ഷേ നന്ദ പറഞ്ഞ പോലെ സംഭവങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കൊരു ധാരണ വേണ്ടേ? മാഡത്തെ കാണാതായതിന് പിന്നിൽ VDF-കാരാണോ? എന്നെ കാണാതായതിന് പിറകിൽ ഈ കുടുംബത്തിൽ ആർക്കും ബന്ധമില്ല. അക്കാര്യം ഒരു വലിയ പ്രശ്നമാക്കേണ്ടതില്ല. വ്യക്തിപരമായ ചില കാരണങ്ങൾ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. പക്ഷേ അമ്മ കൂടുതലൊന്നും ചോദിക്കണ്ട. ഞാൻ മാറി നിൽക്കേണ്ടത് ചിലരുടെയൊക്കെ ആവശ്യമായിരുന്നു. അവർ തന്നെയാ നമ്മുടെ കുടുംബത്തിന്റെ ശത്രുക്കളും. തൽക്കാലം ഇത്രയും അറിഞ്ഞാൽ മതി. ഇതിൽ രാഷ്ട്രീയം കലർത്തണ്ട. സിദ്ധുവിനോ മറ്റാർക്കെങ്കിലുമോ ഇതിൽ പങ്കില്ല. എന്റെ മാത്രം വിഷയമായത്. എനിക്ക് തന്നെ വിട്ടാൽ മതി. ഗിരീഷ്, നോമിനേഷൻ കൊടുക്കാനുള്ള കാര്യങ്ങൾ ശരിയാക്ക്. എന്തൊക്കെയാ അമ്മ പറയുന്നത്? എന്തൊരു ദുരൂഹതയുണ്ട്. പക്ഷേ മാഡം അത് ഇപ്പൊ പരസ്യമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി അത് വിട്ടേക്കാം. പത്രക്കാർ ചോദിക്കുമ്പോൾ മാഡം തന്നെ മറുപടി പറഞ്ഞോട്ടെ. ഞാനേതായാലും നോമിനേഷൻ കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് ഏർപ്പാട് ചെയ്യാം.
ആ മോളെ. അച്ഛാ, അമ്മ തിരിച്ചെത്തി. ഏ? ദാ ഇപ്പൊ വന്ന് കയറിയതേ ഉള്ളൂ. അച്ഛൻ എവിടെയാ? അച്ഛാ, സത്യമാണോ മോളെ? അതോ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയാണോ? അല്ല അച്ഛാ, അച്ഛൻ ഉടനെ വരില്ലേ? ആ അമ്മ എവിടെയായിരുന്നു? എന്താ പറ്റിയത്? അങ്ങനെ വല്ലതും പറഞ്ഞോ? അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അച്ഛൻ എവിടെയാ? ഞാൻ പാർട്ടി ഓഫീസിലാ. പ്രഭയുടെ കാര്യത്തില് ഞാൻ DYSP കാണാൻ വേണ്ടി പ്രസിഡന്റോട് സംസാരിക്കാൻ വന്നതാ. ഞാൻ ഉടനെ വരാം. മോള് ഫോൺ വെച്ചോ. സിദ്ധാർത്ഥ, ആ പ്രസിഡന്റ്, പ്രഭ തിരിച്ചെത്തി. ആണോ? മാഡം തിരിച്ചു വന്നോ സാർ? ആ ദേവിയെ വിളിച്ചതിപ്പോ. അവരെവിടായിരുന്നു? ഡീറ്റെയിൽസ് വല്ലതും കിട്ടിയോ? ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ വീട്ടിലേക്ക് പോവാ. കാര്യങ്ങൾ അറിഞ്ഞിട്ട് വിളിക്കാം. സാറ് വീട്ടിലേക്ക് പോവും. സാറിന്റെ സാന്നിധ്യം അവിടെ ആവശ്യമാണ്. പ്രസിഡന്റ്, ഞാൻ ഇറങ്ങാം. ശരി. ആ ശരി. ഇത് KDFന്റെ കളിയാ. KDFന്റെ കളിയാണോ ഈ സിദ്ധാർത്ഥന്റെ കളിയാണോ എന്നാണ് എന്റെ സംശയം. അല്ല, സിദ്ധാർത്ഥ സാർ ഇങ്ങനെയൊക്കെ ചെയ്യൂ? ഏയ്, അങ്ങനൊന്നും ചെയ്യില്ല. അല്ല, ഓരോ അവസ്ഥകളും മനുഷ്യനെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നതാണല്ലോ. പ്രസിഡന്റ്, എന്തായാലും ഈ കാര്യം ഒന്ന് സീരിയസ് ആയിട്ട് എടുത്തേക്കണം. അതെ, ഇനിയിപ്പോ സജീവമായിട്ട് ഫീൽഡിലേക്ക് ഇറങ്ങണം. രാഷ്ണ, വാ. ഒക്കെ ഞാൻ പറയാം സിദ്ധു. വരട്ടെ. താൻ എവിടെയായിരുന്നു എന്നെങ്കിലും പറയും. എന്താ സംഭവിച്ചത്? സിദ്ധുവോ ഇവിടുത്തെ ആരെങ്കിലോ തെറ്റുകാരല്ല. അത് ഞാൻ എല്ലാരോടും പറഞ്ഞു കഴിഞ്ഞു. മീഡിയയിലും പാർട്ടിയിലും ഒക്കെ പറയാം സിദ്ധു കുറ്റക്കാരനല്ല എന്ന്. ആരാ കുറ്റവാളി എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. തനിക്കെന്താ സംഭവിച്ചത്? ഒരു ഭർത്താവെന്ന നിലയിൽ എനിക്കത് അറിഞ്ഞേ പറ്റൂ. ആരെങ്കിലും ഭീഷണി ഉണ്ടായിരുന്നോ? എന്താ കാര്യം? തുറന്നു പറ. നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ ഇപ്പൊ ഒന്നും ചോദിക്കരുത് പ്ലീസ്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. എനിക്കറിയണം. അത് പറഞ്ഞേ പറ്റൂ. എവിടെയായിരുന്നു എന്ന് പറയാൻ. അച്ഛ വേണ്ട, അമ്മ പറയാന്ന് പറഞ്ഞല്ലോ. എന്തെങ്കിലും പറഞ്ഞാ പോരാ. എനിക്കിപ്പൊ തന്നെ അറിയണം. നാടും നാട്ടുകാർ എന്റെ നേർക്കാ വിരൽ ചൂണ്ടിയത്. തന്നെ അപായപ്പെടുത്തിയത് ഞാനാണെന്ന്. കൊന്ന് കുഴിച്ചു മൂടിയെന്നവരാ പറഞ്ഞു. നാട്ടുകാരെ വിടാം. വീട്ടിനകത്ത് ഞാൻ കുറ്റവാളിയായിരുന്നു. രജനി, നീ എന്താ ഒന്നും മിണ്ടാത്തത്? ചോദിക്ക്, അമ്മയോട് ചോദിക്ക്. പ്രഭയെ കാണാതായതിൽ എന്റെ പങ്കെന്തായിരുന്നു എന്ന്. ഞാൻ പറഞ്ഞില്ലേ, സിദ്ധുവിന് ഇതിൽ ഒരു പങ്കുമില്ല. ഓ, അത്രയെങ്കിലും പറഞ്ഞല്ലോ. കേട്ടല്ലോ, എല്ലാരും കേട്ടല്ലോ അല്ലേ? രജനി, നിന്റെ സംശയം മാറിയല്ലോ അല്ലേ? അച്ഛാ സോറി, അപ്പോഴത്തെ ഒരു വെപ്രാളത്തില്. എപ്പോഴത്തെ വെപ്രാളായാലും ശരി, നിന്റെ അമ്മയെ കാണാതായതിന് പറയില് ഞാനാണെന്ന് നീ സംശയിച്ചതിന്റെ അർത്ഥം അച്ഛൻ എന്ന നിലയിൽ ഞാനൊരു പരാജയമാണെന്നാ. ഞാൻ കരുതിയത് ഞാൻ എൻ്റെ മക്കളുടെ ഹീറോ ആയിരുന്നു എന്നാ. അങ്ങനെയല്ല എൻ്റെ മക്കൾ എന്നെ മനസ്സിലാക്കിയിരുന്നത്. സ്വന്തം ഭാര്യ രാഷ്ട്രീയം പോലും നോക്കി കടത്തിക്കൊണ്ട് പോയെന്ന് വരെ ചിന്തിച്ചു. സിദ്ധു, ഈ വിഷയത്തിൽ സിദ്ധുവിനുണ്ടായ പ്രയാസങ്ങളിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ക്ഷമ ചോദിച്ചാ അതിലെല്ലാം തീരുവോ? അച്ഛാ പോട്ടെ. എവിടെ പോട്ടേന്ന് എന്നെ ആരും മനസ്സിലാക്കിയിട്ടില്ല. മത്സരിക്കാൻ പാർട്ടി പ്രഭയുടെ പേര് പറഞ്ഞപ്പോ എന്റെ മനസ്സിലെ സന്തോഷം അങ്ങ് ആകാശം മുട്ടായിരുന്നു. പിന്നീട് ദേവയോട് മത്സരിക്കാൻ പറഞ്ഞത് പ്രഭ പിന്മാറിയതുകൊണ്ടാ.
സ്വന്തം കുടുംബത്തിലൊരു MLA വരിക എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും സന്തോഷമാവുമെന്ന് പ്രതീക്ഷിച്ച എല്ലാത്തിനും ഞാൻ മുന്നിട്ടിറങ്ങിയത്. അവസാനം ഞാനെന്തോ അപരാധം ചെയ്ത പോലെ. കുറ്റപ്പെടുത്തലുകളും പരാതികളും കേട്ടും മടുത്തു. പാർട്ടികൾ തമ്മിലല്ല, വീട്ടുകാർ തമ്മിലാ മത്സരം. ചന്ദ്രോത്ത് നിയോജക മണ്ഡലവും. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഞാൻ ഉണ്ടാവും തന്നെ തോന്നുന്നില്ല. സർ, അതിനിടയിൽ വല്ല അറ്റാക്കും വന്ന് തീരും. തീരട്ടെ. അച്ഛാ പ്ലീസ്, എല്ലാം നന്നായി അവസാനിച്ചല്ലോ. നന്നായി അവസാനിക്കണമെങ്കിൽ നടന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് എനിക്കറിയണം. മാഡം, ന്യായമുള്ള കാര്യങ്ങളാണ് സാറ് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ അപവാദങ്ങൾ സഹിച്ച ആള് സാറാ. പോലീസൊക്കെ സാറിനെ സംശയിച്ച് ഇവിടെ വന്നതാ. രജനി സാറിനെ കുറ്റപ്പെടുത്തി. സാറായതുകൊണ്ടാ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുന്നത്. മാഡം ഒന്ന് പറയ്, എന്താ സംഭവിച്ചത്? സിദ്ധുവിനൊരു വിഷമം വന്നതിൽ ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. ഒരു ഭാര്യ എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ പാടില്ലായിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നടന്ന കാര്യങ്ങൾ പറയും. നമ്മുടെ കുടുംബം ഇല്ലാതാക്കാൻ നോക്കുന്ന ആൾക്കാരാ ഇതിന്റെ പിറകിൽ. ഇപ്പൊ അത്രയേ പറയാൻ പറ്റൂ. ഇനിയൊന്നും ചോദിക്കരുത്. എനിക്ക് നോമിനേഷൻ കൊടുക്കണം. ഇപ്പൊ എന്റെ ശ്രദ്ധ അതിലാ. നോമിനേഷൻ കൊടുത്ത് പ്രചാരണം തുടങ്ങണം. തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കണം. അതിനുശേഷം ഞാൻ എല്ലാം പറയാം. ഇനി എന്തിനാച്ചാ പരവേശം? ബന്ധുക്കാരി വനവാസം കഴിഞ്ഞ് തിരിച്ചെത്തിയില്ലേ? എന്റെയും കൂടി പ്രാർത്ഥനയായിരുന്നു പ്രഭാവതിയെ പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന്. ഹോ, മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഇറങ്ങിപ്പോയി. സൂപ്പർ ഉടായ്പ അവര് കാണിച്ചേ. VDFന്റെയും ചേച്ചിയുടെയും വോട്ടിനെ ബാധിക്കാനുള്ള ഒരു തന്ത്രം. അവര് തന്നെ എവിടെയോ പോയി ഒളിച്ചിരുന്നു. കുറ്റപ്പെടുത്തൽ മുഴുവനും VDFകാര് കേട്ടു. ദാ ഇപ്പൊ മാനത്തൊന്ന് പൊട്ടി വീണതുപോലെ പൊടിയും തട്ടി വന്ന് കേറിയിരിക്കുന്നു. എവിടെ പോയെന്നോ എന്തിനു പോയെന്നോ പറയുന്നില്ല. സ്റ്റേഷനിൽ കൊണ്ടുപോയി ശരിക്കും ചോദ്യം ചെയ്താ എല്ലാ കള്ളങ്ങളും വെളിയിൽ വരും. അതങ്ങ് വിട്ടേക്ക്. എന്തായാലും നോമിനേഷൻ കൊടുക്കാൻ പോയിന്നല്ലേ പറഞ്ഞത്? അതങ്ങ് കൊടുത്ത് മത്സരത്തിന് ഇറങ്ങട്ടെ. ബാക്കിയെല്ലാം വോട്ടർമാര് തീരുമാനിക്കും. വോട്ടർമാര് തീരുമാനിച്ചു കഴിഞ്ഞു. വോട്ട് ചേച്ചിക്ക്, അത്ര തന്നെ. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ KDF സ്ഥാനാർത്ഥി പ്രൊഫസർ പ്രഭാവതി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പാർട്ടിയിലെ ഉന്നത നേതാക്കൾക്കൊപ്പമാണ് പ്രൊഫസർ പ്രഭാവതി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയത്. പ്രഭാവതി എന്ന് ഞാൻ രാമപുരം നിയോജക മണ്ഡലത്തിൽ നിന്നും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ KDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. പ്രഭാവതിയെ കാണാതായതിനെ തുടർന്ന് സ്ഥാനാർത്ഥി പിന്മാറാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ പരന്നിരുന്നു.
VDF നേതാവായ മുൻ MLA സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ ഭാര്യയായ പ്രഭാവതി KDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ VDFന് വേണ്ടി കളത്തിലിറങ്ങുന്നത് മരുമകൾ ദേവികയാണ്.